ഹബിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സാമുവൽ ആന്റണി. 29ാമത് സ്വാതന്ത്ര്യദിനം പ്രസന്റേഷൻ LP സ്കൂൾ ചേന്നവയിൽ വർണ്ണാഭമായി നടന്നു. LP സ്കൂളിൽ നിന്നും നമ്മുടെ പ്രതിനിധി അഡ്ലിൻ നമ്മോടൊപ്പം ചേരുന്നു. അഡ്ലിൻ, എന്താണ് അവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ? സാമുവൽ, പ്രസന്റേഷൻ LP സ്കൂളിലെ സ്വാതന്ത്ര്യദിനത്തിന്റെ പതാക HM ശ്രീമതി ഷെറിൻ പീറ്റർ ഉയർത്തി. अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे ശ്രീ ഷാജി വാവച്ചൻ അധ്യക്ഷപദം അലങ്കരിച്ചു. തുടർന്ന് കപ്സ് ഇൻവെസ്റ്റിച്ചർ സെറമണിയും ബണ്ണീസ് ഫോർമേഷനും നടന്നു. प्रार्थना शुरू. हमने छोटे छोटे बाल हमारे लेना तू संभाल कदम कदम पर करे गलतियां सद्बुद्धि देना भुला गलतियां तुम बिन कौन लेगा संभाल हमने छोटे छोटे बाल हमारे लेना तू संभाल. Stand at this. Attention. I promise To do my best. to do my best To do my duty. to do my duty To God. to God And my country. and my country To keep the kablo. to keep the kablo And to do a good turn. and to do a good turn Every day. every day. ആഗോള സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ അംഗമായി മാറി. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മീഷണർ ശ്രീ അനിൽ ബി കൃഷ്ണ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തെക്കുറിച്ച് സംസാരിച്ചു. DOC ശ്രീമതി ഗ്രേസി VS സ്കൂളിലെ ബണ്ണീസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗൈഡും അത് ഹയർ സെക്കൻഡറിയിലും ഉണ്ട്. റോവർ റേഞ്ചർ എന്ന് പറഞ്ഞ് അവരെ അറിയപ്പെടും. ഈ കുഞ്ഞുങ്ങളെ ഈ LP സ്കൂളിൽ വെച്ച് നിങ്ങൾ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് ഭാവിയിൽ ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം ആരംഭിച്ചത് നവംബർ 7-ാം തീയതി ആണെങ്കിലും ഗൈഡ് വിഭാഗത്തിന് രൂപം നൽകിയത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യമുണ്ട്. സ്വാതന്ത്ര്യ ദിനവുമാണ്. പക്ഷെ സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നേ തന്നെ ഗൈഡ് പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 15-നാണ് ഗൈഡ് പ്രസ്ഥാനം രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ ബണ്ണീസിന്റെ ഈ ഉദ്ഘാടന ദിവസവും ആ ഡേറ്റ് തിരഞ്ഞെടുത്തത് വളരെ അനുഗ്രഹപ്രദമാണ്. ഒപ്പം എനിക്ക് നിങ്ങളുടെ
സ്കൗട്ട് മാസ്റ്ററെ കുറിച്ചും ക്ലബ് മാസ്റ്ററെ കുറിച്ചും അതുപോലെ ജാക്കുലിൻ ടീച്ചർ, ബണ്ണി ആന്റി, ജാക്കുലിൻ ടീച്ചർ. ബണ്ണി ആന്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ മോട്ടോ എന്താണ്? നിങ്ങളുടെ സ്കൂൾ മാനേജർ ഫാദർ സാവി ആന്റണി, വാർഡ് മെമ്പർ ശ്രീ വിൻസെന്റ് തറയിൽ, വിദ്യാർത്ഥി പ്രതിനിധി സാമുവൽ ആന്റണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. KG വിദ്യാർത്ഥികൾ പല വേഷത്തിലെത്തിയതും 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തവും മാസ്റ്ററിലും സ്വാതന്ത്ര്യദിന പരിപാടിക്ക് മാറ്റുകൂട്ടി. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കുമായി ചൊല്ലിക്കൊടുത്തു. മധുരപലഹാര വിതരണവും നടത്തി. വികസനത്തിൽ യുവത്വത്തിന്റെ ശക്തിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. പ്രോഗ്രാം കൺവീനർ ശ്രീമതി ഷിജി സൈമൺ നന്ദി രേഖപ്പെടുത്തി. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു കാര്യത്തിനെ കൊണ്ട് നിൽക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് മാതാപിതാക്കളും അതിലുപരി അധ്യാപകരും കുഞ്ഞുങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നേ ദിവസം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഇതിനുവേണ്ടി മുൻപിൽ നിൽക്കുന്ന സ്കൂൾ അധികൃതരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ടീച്ചേഴ്സിനെയും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒത്തിരി നല്ല നല്ല വേഷങ്ങളിൽ അവർ ഇവിടെ ഒരുങ്ങി വരികയും ഏറ്റവും മനോഹരമായ രീതിയിൽ അവരെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ഈ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരെയും ഈ ഒരു നിമിഷം നോക്കുന്നു. അതോടൊപ്പം എല്ലാ കുഞ്ഞുങ്ങളും നല്ല നല്ല ലീഡേഴ്സായിട്ട് മുമ്പോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ സ്വാതന്ത്ര്യം നേടേണ്ട മേഖല നമുക്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മേഖലകളിലെല്ലാം സ്വാതന്ത്ര്യം നേടിത്തരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ സ്കൂളിൽ നേടുകയും ചെയ്യും. കുട്ടികളെ ഇന്ന് ഇവിടെ നടന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല പ്രോഗ്രാമായിരുന്നു. ഒപ്പം അതായത് ഈ സ്കൂളിലെ ഒരു കുട്ടിയും പിന്നിലല്ല എന്ന് കാണിക്കത്തക്ക രീതിയിൽ എല്ലാ കുട്ടികളെയും ഓരോരോ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ സ്കൂളിൽ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വർഷം നടന്ന ഹബിൻ്റെ ഉദ്ഘാടനം, ബണ്ണീസിൻ്റെ ഉദ്ഘാടനം എല്ലാം ഒരു പ്രത്യേക സംഘടനയുടെ, നമ്മുടെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം കുട്ടികളെ ഇവിടെ വാർത്തെടുക്കുന്നതിനായി ഈ സ്കൂൾ നടത്തിയ പ്രയത്നം വളരെ വലുതാണ്. അതും ഇവിടെ കാണാൻ കഴിഞ്ഞു. ആ പ്രയത്നത്തിൻ്റെ ഫലവും ഇവിടെ കാണാൻ കഴിഞ്ഞു. എല്ലാം വളരെ നന്നായിരിക്കുന്നു. ഇതിനായി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. 79ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രസൻറ്റേഷൻ LPS നടത്തിയ സ്വാതന്ത്ര്യദിന ആഘോഷ വേളയിൽ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ കീഴിലുള്ള ഒരു പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബണ്ണീസ് യൂണിറ്റും LP സ്കൂളിലെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കബ് യൂണിറ്റും അതിൻ്റേതായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൂടാതെ തന്നെ കബിൻ്റെ ഇൻവെസ്റ്റിച്ചർ സെറമണിയും ഈ സ്കൂളിലെ ബഹുമാന്യായ FSS ഷെറിൻ പീറ്ററിൻ്റെ നേതൃത്വത്തിൽ നടത്തി. കൂടാതെ എനിക്ക് വളരെ ആകർഷകമായി തോന്നിയത് ചേർത്തല വിദ്യാഭ്യാസ ജില്ലയിൽ പല സ്കൂളിലും ഞങ്ങളൊക്കെ പോകാറുണ്ടെങ്കിലും സ്കൂളിലുള്ള എല്ലാ കുട്ടികളും പങ്കെടുത്തിട്ടുള്ള ഒരു സ്വാതന്ത്ര്യദിനാഘോഷം. സാധാരണ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ എല്ലാ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും പ്രോഗ്രാമിൽ സെലക്റ്റഡ് കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ഇത് ഈ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും പങ്കെടുത്തിട്ടുള്ള ഓരോ പരിപാടികൾ, അതിൽ പ്രത്യേകിച്ച് വളരെ മനോഹരമായ ഡിസ്പ്ലേ, പിന്നെ ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികൾ പങ്കെടുത്ത ടാബ്ലോകൾ,
അങ്ങനെ വളരെ കുട്ടികളുടെ ഡാൻസ്, അങ്ങനെ വളരെ മനോഹരമായ ഈ പരിപാടി സംഘടിപ്പിച്ച പ്രസൻറ്റേഷൻ LPS സ്കൂളിലെ ബഹുമാനിയായ HMനും ഈ കുട്ടികളെ ഇത്രയും നല്ല രീതിയിൽ പരിപാടി അവതരിപ്പിക്കാൻ സഹായിച്ച എല്ലാ അധ്യാപകർക്കും കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചേർത്തല വിദ്യാഭ്യാസ ജില്ലയുടെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. ക്യാമറമാൻ റയാനോടൊപ്പം പ്രസന്റേഷൻ ന്യൂസ്. വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് സ്വാതന്ത്ര്യദിനം നടന്നത്. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.